അങ്ങനെ ചാമുഹിക്ക് ഡൊറാമി പറഞ്ഞു കൊടുക്കും കൊച്ചിലെ തൊട്ട് ഇവളെ സ്നേഹിക്കാൻ ആരും തന്നെ ഇല്ലെന്ന്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ഇവൾ ഉറക്കില്ലാതെ അടുത്ത ദിവസം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഇവളാണെ കൊറിയയിൽ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവിടെ ഏത് കാലത്ത് വന്നേന്ന് പറഞ്ഞ് അതിനൊന്നും സാധ്യതയില്ലെന്ന് പറഞ്ഞ് അവൻ ലക്കുവെച്ചായിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൻ കാർ എടുക്കാൻ പോയ സമയം നോക്കി ഹോജിനാണ് കാറുമായിട്ട് വന്നിട്ട് ഇവൻ വേണേ എയർപോർട്ടിൽ കൊണ്ടാക്കാന്ന് പറയും. അതോടെ അവൾ സന്തോഷെത്തി മാനേജറിനോട് ഒരു വാക്കുപോലും പറയാതെ ഇവന്റെ കൂടെ കാറിൽ കയറി പോകുമ്പം പുറകെ നോക്കുന്ന അവനാണ് ഇപ്പൊ ഞാൻ ആരായെന്ന് പറഞ്ഞ് അവന് എങ്ങോട്ടേക്ക് പോകുന്നറിയാതെ കൺഫ്യൂസ് ആയിരിക്കും. അതിനേശം ഇവരൊരുമിച്ച് കാറിൽ പോകുമ്പം അവളാണ് ഇന്നലെ കുറെ സമയം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പതിയായിരിക്കല്ലേ തിരിച്ച് റൂമിൽ പോയെന്ന് പറഞ്ഞ് അവിടെ കുറച്ച് അപ്സെറ്റ് ആയൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവള് പോയപ്പോ തന്നെ അവനും പോയെന്ന് പറഞ്ഞ് ഇവളിന്ന് നാട്ടിൽ പോകുന്നുണ്ട് അവൻ പിന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാത്തതെന്ന് പറയും. കൂടാതെ ഇവൾ ഇന്നലെ ഒരു വമ്പൻ ഷോക്ക് എന്നിട്ട് പിന്നെ അങ്ങനെ അവൻ ഉറക്കം വരും എന്ന് പറഞ്ഞ് അവൻ ആ കിസിനെ കുറിച്ച് സംസാരിക്കുമ്പം അവളാണ് ഇന്നലെ ഡൊറാമി ഇവനെ ഷൂട്ട് ചെയ്തതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അറിയാ ചോദിച്ചു. അത് കേട്ട് അവനും ഡൊറാമി പറഞ്ഞെന്നല്ലേ നീ പറഞ്ഞ, അത് വമ്പ ഷോക്കിംഗ് ആയിപ്പോയി. ഒരാൾ നിനക്ക് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഒന്നും പറയാതെ പോകാൻ പറ്റുമോ? എനിക്ക് വഴിയും അറിയത്തില്ല, ഞാൻ അവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി എന്നിന് ഇവനും പറയുമ്പം അവളാണ് ഡൊറാമി അങ്ങനെ ചെയ്തിട്ട് ഇവളെ കൊണ്ട് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ അതുകൊണ്ട് രക്ഷപ്പെട്ട് അവിടെ നോടിപ്പോയെന്ന് പറയും. കൂടാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇവൾക്ക് ഉറക്കം വന്നില്ലെന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇന്നെങ്കിലും ഇവൾ ഓടി രക്ഷപ്പെടലെന്ന് പറഞ്ഞ് അവനും ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ ചെയ്യാൻ പോവാന്ന് പറയും. അങ്ങനെ ജീസേനായിട്ട് സംസാരിച്ച് അവന്റെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പോവാന്ന് പറഞ്ഞ് ഇനി ഇവനോട് പാവപ്പെടേണ്ട അവസ്ഥകൾക്ക് വരത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവളും കുറച്ച് സന്തോഷത്തി ഇവൻ ജീസന്റെ കാര്യത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കാൻ പോവാന്ന് വിചാരിച്ച് ഈ കാനഡിയൻ പാട്ട് കേൾക്കാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവനോട് പറയും. അങ്ങനെ ആ ഒരു വൈബോടെ തന്നെ അവളും ഇവൻ ഉച്ചയ്ക്ക് ശേഷമൊക്കെ എന്തോ ചോദിക്കുമ്പം അവനാണ് അതൊന്നും തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ വേണേ ഇവളോട് ഫോൺ വിളിച്ച് സംസാരിക്കാന്ന് പറയും. അതുകൊണ്ട് നാട്ടിൽ എത്തിയിട്ട് ഇവനൊന്ന് അറിയിക്കാൻ പറയുമ്പം അവള് സന്തോഷത്തി എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും വിളിക്കണം എന്ന് പറഞ്ഞ് അവൻ ഓക്കെ പറയും. അതിനേശം എയർപോർട്ടിൽ വെച്ച് മാനേജറാണ് ഇവളെ കണ്ടിട്ട് എക്സ്ക്യൂസ് മീ എന്നെ അറിയാവോ, ഇവിടെ നിന്ന് എന്തോ ചെയ്യുന്നത് എന്നിന് അവൻ ചോദിക്കുമ്പം അവള് ഹോജിനായിട്ട് വന്നപ്പോൾ ഒരു കിടിലം കാനഡിയൻ പാട്ട് കേട്ടെന്ന് പറയും. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഒരു സിംഗറിന്റെ പാട്ടാന്ന് പറയുമ്പം അവനും ദേഷ്യത്തി പാട്ടിനെ കുറിച്ചൊന്നുമല്ല ചോദിക്കുന്നത്, ഇവൾക്ക് അവനോട് ഇഷ്ടമുള്ളതൊക്കെ ഓക്കെയാ, പക്ഷെ അവൻ സ്നേഹിച്ച ആ ജീസോന്റെ കല്യാണം മുടങ്ങിയെന്ന് പറയും. അങ്ങനെ ഈ കാര്യം എന്തായാലും ഹോജിനെ അറിയുമ്പോൾ പിന്നെ അവന്റെ ഫീലിങ്സ് വീണ്ടും തുടങ്ങത്തില്ലെന്ന് പറഞ്ഞ് അവന് പറഞ്ഞു കൊടുത്തിട്ട് അവളെക്കാളധികം ഇവളെ സ്നേഹിക്കുവാണെങ്കിൽ മാത്രമേ അവൻ ആ കല്യാണം നിന്ന കാര്യം മൈൻഡ് ചെയ്യാതിരിക്കത്തുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് കോൺഫിഡന്റ് ആണെന്ന് ചോദിക്കുമ്പം ചാമുഹിയാണ് പേടിച്ചിട്ട് അവൾക്കിപ്പോ നല്ല പേടിയായി പറഞ്ഞ് അവൾ നാട്ടിൽ പോകാൻ തീരുമാനിക്കാതെ ആദ്യം അവർ സംസാരിക്കാൻ ചെന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി നോക്കും. അതേസമയം ഹോജിനും ചാമുഹിക്ക് ആ പാട്ട് ഇഷ്ടമെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അത് പുറത്തെ കടയിൽ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പോഴാണ് അവൻ അവിടെ വെച്ച് ജീസോനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവള് ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്ക് വായിക്കാനെല്ലാം ബുക്ക് റെഫർ ചെയ്യാൻ പറയുമ്പം അവനാണ് ഇവളോട് സംസാരിക്കാൻ അവൻ ആലോചിച്ചിരുന്നാന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ സംസാരിക്കാൻ തീരുമാനിക്കും. അതിനേശ് ഇവിടെ ചാമുഹിയും ഹോജിനെ അന്വേഷിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് വരുമ്പം അവിടുത്തെ ആൾക്കാരൊക്കെ ഇവളെ കണ്ടിട്ട് ഇവള് നാട്ടിൽ പോകുന്ന പറഞ്ഞിട്ട് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഹോജിൻ അവിടെ ചോദിക്കുമ്പം അവിടുത്തെ ഡയറക്ടറും ഹോജിൻ അടുത്തുള്ള ഒരു ബുക്ക് സ്റ്റോറിൽ പോയേക്കോന്ന് പറയും. ഇതേ സമയം ജീസോൻ അവളുടെ കല്യാണം നിന്ന കാര്യം പറയുമ്പം അവനാണ് ഈ കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് മുമ്പ് ഇവരുടെ പ്രശ്നം വരുമ്പോഴൊക്കെ അവന്റെ ചേട്ടൻ വിളിച്ച് സംസാരിക്കാറുണ്ട്, പക്ഷെ ഇത്ര സീരിയസ് ആയതുകൊണ്ടാണോ അവൻ വിളിക്കാത്തെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം അവളാണ് ഈ തവണ ഈ പ്രശ്നം സോൾവ് ചെയ്യേണ്ട അവസ്ഥ ഇവന് വരത്തില്ലെന്ന് പറയും. കാരണം അവള് ഇവന്റെ ചേട്ടനായിട്ട് ഇപ്പൊ ബ്രേക്കപ്പ് ചെയ്ത്, അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവൾ ഇതിനെ കുറിച്ചാണ് സംസാരിക്കാൻ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അതേസമയം അവിടേക്ക് വന്ന് നോക്കുന്ന ചാമൂഹിയാണ് ഇവരുടെ ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട്, മിക്കവാറും അവളിപ്പോ സിംഗിളാന്ന് മനസ്സിലാക്കി അവന്റെ ഇഷ്ടം പറഞ്ഞ് കാണുന്ന പറഞ്ഞ് അവർ തമ്മിൽ ഒന്നേറുന്ന പോലെ ഇവൾ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഡൊറാമിയും പുറകെ നിന്ന് ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കേട്ട് ഇവളും എങ്കിൽ പിന്നെ ഇവളുടെ അവസ്ഥ എന്തോന്ന് ചോദിക്കുമ്പം ഡൊറാമിയാണ് ഇവൾ വെറും ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ അല്ലേന്ന് പറഞ്ഞ് ഇവൾക്കല്ലാതെ ഈ ലവ് സ്റ്റോറിയിൽ വലിയ വിലയൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവരുടെ പ്രണയത്തിന്റെ ഇടയിൽപ്പെട്ട് വെറുതെ സങ്കടപ്പെടേണ്ട മോളെന്ന് പറഞ്ഞ് ഇവളെല്ലാം മറന്നിട്ട് ഇവിടുന്ന് പോയിക്കോളാൻ പറയും. അങ്ങനെ അത് നീ സ്ഥിരം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഡൊറാമി ഇവളോട് ചോദിക്കുമ്പം അവൾ അതോടെ പേടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അറിയാതെ അവിടുത്തെ ഒരു വ്യക്തിയെ ചെന്ന് ഇടിച്ചിടുന്നത്. അങ്ങനെ ഈ സൗണ്ട് കേട്ട് ഹോജി നോക്കുമ്പം അവൻ ആ വന്നേക്കുന്ന ചാമുഹിയാന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് അവൻ അപ്പം തന്നെ എഴുന്നേറ്റ് അവളുടെ പുറകെ ചെല്ലും. എന്നിട്ട് അവനും പുറത്ത് വെച്ച് ഇവള് എയർപോർട്ടിലല്ലാതെ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവളുടെ ഡ്രസ്സ് ഫുള്ളും അഴുക്കായിരിക്കുന്നതാണ്. അപ്പോഴാണ് അവളൊക്കെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവളിപ്പോൾ എയർപോർട്ടിൽ പോകാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും ഇവളുടെ ഡ്രസ്സ് ഫുൾ അഴുക്കായിരിക്കാന്ന് പറഞ്ഞ് അതൊക്കെ തുടച്ചു കളയുമ്പം അവളാണ് വിഷമിച്ച് ആ ജീസോന്റെ കല്യാണം നിന്ന കാര്യം അവൾ അറിഞ്ഞെന്ന് പറയും. അതുകൊണ്ട് ഇനി അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇനി നിന്റെ ഇഷ്ടം പറഞ്ഞ് അവളെ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കാമല്ലോ എന്ന് ഇവൾ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുമ്പം ഇത് കേട്ട് അവനാണ് ദേഷ്യം വന്നിട്ട് ഇത് പറയാൻ വേണ്ടിയാണോ ഇവള് ഫ്ലൈറ്റ് മിസ് ചെയ്ത് ഇവിടേക്ക് വന്നേന്ന് ചോദിക്കും. അങ്ങനെ ഇവള് സങ്കടത്തിലാന്ന് മനസ്സിലാക്കി ഇവൾ യഥാർത്ഥത്തിൽ മനസ്സിൽ എന്തോ വിചാരിക്കുന്നെന്ന് പറഞ്ഞ് അത് ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും നിനക്കെന്നെ ഇഷ്ടമല്ലല്ലേ, പക്ഷെ ഞാൻ എന്റെ മാനമൊക്കെ കളഞ്ഞിട്ട് നീ അവളുടെ കല്യാണം നിന്ന കാര്യം അറിഞ്ഞ് അവളുടെ ഒന്നേരായിരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ നിന്നെ തടയാൻ വേണ്ടി വന്ന്, അതുകൊണ്ട് തന്നെ എന്റെ ഫ്ലൈറ്റ് മിസ്സായ. ഇനിയിപ്പോ ഇതറിഞ്ഞിട്ട് നീ ഇപ്പൊ കുറെ ഷോക്കായി കാണുമല്ലേ, ഡൊറാമേന്റെ കൺമുമ്പിൽ വന്ന് എപ്പോഴും എന്നെ വേദനിപ്പിച്ചോണ്ടിരിക്കുക, അതായത്
നീ ഒരിക്കലും എന്നെ സ്നേഹിക്കത്തില്ല, ഞാൻ നിന്റെ പുറകെ തന്നെ പോകുന്ന വേസ്റ്റ് എന്ന അവൾ എന്നോട് പറയാറുള്ളത്. അതുകൊണ്ട് ഈ തവണ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. കാരണം ഇനി ഞാൻ നിങ്ങളുടെ പുറകെ വന്നാൽ ഞാനൊരു മണ്ടിയായി പോകും എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അവനും കുറച്ച് അപ്സെറ്റായി. ഇവള് പറഞ്ഞേക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇവള് മണ്ടിയായിട്ട് തോന്നിപ്പിച്ചതിന് അവൻ സോറി പറയും. കൂടാതെ അവനും ജീസനും കൂടെ സംസാരിച്ചെല്ലാം തീർത്തെന്നറിഞ്ഞ് ഇവൾ അതിനെക്കുറിച്ച് ഇനി വിഷമിക്കേണ്ടെന്ന് പറയുമ്പം അവളാണ് ഇവരുടെ സംസാരം എങ്ങനെയാ പോയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് ദേഷ്യത്തി നമ്മൾ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പോയതിനു ശേഷം ഞാൻ എന്തിന് നിന്നോട് ആ കാര്യം പറയണം, ഞാൻ നിന്റെ കൂടെ നടന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ ഇപ്പോൾ നിന്റെ ഇമോഷൻസ് എന്നെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക, അതുകൊണ്ട് നമുക്കെല്ലാം ഇവിടെ തന്നെ നിർത്താം എന്നിന് അവനും പറയുമ്പം ഇവളാണ് എങ്കിൽ പിന്നെ അന്നത്തെ പോലെ രണ്ടുപേരും റെയിൽവേ ഗേറ്റിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുമെന്ന് അറിഞ്ഞ് ഇവൻ അന്ന് പോയ പോലെ ഇന്ന് ബായ് പറഞ്ഞിട്ട് പോകാൻ പറയും. അപ്പോഴാണ് അവൻ ഇമോഷണലായി അന്നത്തെ പോലെയല്ല അവന്റെ അവസ്ഥ ഇന്നെന്നറിഞ്ഞ് ഇപ്പൊ ഗേറ്റ് ക്രോസ് ചെയ്ത് ഇവൻ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചായിരുന്നു പറയും. പക്ഷെ അതല്ല ഇപ്പൊ പോയെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ അതോടെ ഇവളാണ് മൊത്തത്തിൽ തകർന്നുപോയി തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോകും. അപ്പോഴാണ് മാനേജർ ഇവളെ കണ്ടിട്ട് അടുത്തൊരു പ്ലെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പം ഇവളാണ് വിഷമിച്ച് എല്ലാം കുളവാക്കി കളഞ്ഞെന്നറിഞ്ഞ് അവൾ അതോർത്ത് വേദനിച്ചുകൊണ്ടിരിക്കും. കാരണം ഹോജിൻ തന്നെ ഇവളോട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ, പക്ഷെ ഇപ്പൊ അവൾ അവിടേക്ക് ചെന്ന് അത് മൊത്തത്തിൽ കുളവാക്കിയെന്ന് അവള് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. അതോടെ യൊങ്യു ആണ് അവനെന്ത് അത്രയ്ക്ക് വലിയ ആളാണെന്ന് അറിഞ്ഞ് ഇവളെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനേശ് ഇവിടെ ഹോജിനാണ് ജീസനോട് സംസാരിച്ച് ആലോചിച്ച് നോക്കും. അങ്ങനെ അവനും ഇവന്റെ ചേട്ടൻ അവിടുത്തെ പ്രശ്നം വരുമ്പോൾ അതൊക്കെ സോൾവ് ചെയ്ത് വെച്ചത് ഇവർക്ക് വേണ്ടിയല്ല, അവൻ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയാ ഇവരെ വീണ്ടും വീണ്ടും ഒന്നേർത്തെന്ന് അറിയും. പക്ഷെ അതിന് പകരം ഇവന്റെ മനസ്സ് മൊത്തം മാറ്റിപ്പിച്ച് വേറൊരു പെങ്കൊച്ച് ഇവന്റെ ലൈഫിൽ വന്നെന്നറിഞ്ഞ് അവനും ചാമുഹിയോടുള്ള ഇഷ്ടമെല്ലാം അവളോട് പറഞ്ഞാണ്. അതിനേശ് ഇവിടെ ഫ്ലൈറ്റ് വെച്ച് ഹീറോയാണ് ചാമുഹിയെ കണ്ട് അടുത്തേക്ക് വരും. കാരണം അവളുടെ ഫ്ലൈറ്റ് മിക്സ് ആയതുകൊണ്ട് ഇവരിപ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് അവനും ഇവള് കുറെ സമയമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ എന്നറിഞ്ഞ് ഇവൾ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൾ കണ്ണുറന്ന് ഇവനെ നോക്കും. പക്ഷെ ഇപ്പം നോക്കിയത് ചാമുഹിയല്ല, ഡൊറാമിയാണ്. അതിനേശ് ഇവിടെ ഹോജിൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പം അവന്റെ ചേട്ടൻ പബ്ലിക് ഇരുന്ന് കരയുന്നുണ്ട്. അവന് വിളിച്ചോണ്ടോ നോക്കും. അപ്പോഴാണ് അവന്റെ ചേട്ടനും ജീസവും പറയുന്നത് ഇവൻ ആദ്യം ബ്രേക്കപ്പ് ചെയ്തതെന്ന്, പക്ഷെ ഇവൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അതിനേശ് ഹോജിനായിരിക്കും അവന്റെ ചേട്ടനെ സേഫായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത്. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഇവന്റെ ചേട്ടന്റെ ബോധം വന്നിട്ട് ഇതിനു മുമ്പ് ഫിറ്റായി കിടക്കുമ്പോഴൊക്കെ ജീസോൻ എപ്പോഴും വന്ന് ഇവനെ വിളിച്ചിട്ട് പോകാറുണ്ടെന്ന് അറിയും. പക്ഷെ അവളിപ്പോ വിളിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇവന് വിഷമിച്ചൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ലോകം ഇവന്റെ സങ്കടം കാണട്ടെ എന്ന് പറയുമ്പം അടുത്തിരുന്ന് ഹോജിനും അങ്ങനെ ചെയ്യുന്നോണ്ട് ഇവന്റെ സങ്കടമൊക്കെ കുറയുകയും ചെയ്യും. അപ്പോഴാണ് അവന്റെ ചേട്ടനും അതൊക്കെ എല്ലാം മനസ്സിലാച്ചുകൊണ്ട് നടക്കുന്ന ഇവനെ പോലെ ആൾക്കാർക്ക് മനസ്സിലാത്തില്ലെന്നറിയും. അതോടെ ഹോജിനും അവന്റെ ചേട്ടൻ പറഞ്ഞ് സത്യം എന്നറിഞ്ഞ് ഇവന്റെ ഫീലിങ്സ് പുറത്ത് കാണിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ അങ്ങനത്തെ ഫീലിങ്സ് ഇല്ലെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അവൻ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അതായത് ചാമുഹിയോടുള്ള ഇഷ്ടം ഇവൻ പുറത്തു പറയാതെ തെറ്റാന്നറിഞ്ഞ് അവനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അതേപോലെ തന്നെ അവളും പുറത്ത് മഴയൊക്കെ പെയ്യുന്ന ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് മാനേജറാണ് അടുത്തേക്ക് വന്നിട്ട് ചുമ്മാ ഫോട്ടോ ഇടാതെ ഇവൾക്ക് വന്നേക്കുന്ന പരസ്യത്തിന്റെ പ്രോഡക്റ്റ് ഒക്കെ അതിനകത്ത് ലിങ്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറയും. കൂടാതെ ആ ജപ്പാനായിട്ടൊരു ഹീറോയും അതിന്റെ സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവൻ ഇവളെ കാണാൻ വേണ്ടി ഇവളുടെ സ്കെഡ്യൂളൊക്കെ ചോദിച്ചെന്നറിയും. ഇത് കേട്ട് ചാമുഹിയും അവനെന്തിന് ഇവളെ കാണണമെന്നറിഞ്ഞ് തിരിച്ച് ഇവനോട് ചോദിക്കുമ്പം അവന് ഫ്ലൈറ്റ് വെച്ച് ഇവർ തമ്മിൽ എല്ലാം സംസാരിച്ചോൻ ചോദിക്കും. അങ്ങനെ അറിയാതെല്ലാം അവിടുത്തെ വൈനൊക്കെ കുടിച്ചിട്ട് അവനോടെല്ലാം ബിഹേവ് ചെയ്തോൻ ചോദിക്കുമ്പം ഇവളാണ് അങ്ങനെയൊന്നും ഓർമ്മയില്ലെന്നറിഞ്ഞ് ഇവൾക്ക് ആകെ ഓർമ്മയുള്ളത് ഹോജിന്റെ പുറകെ നടന്ന് കരഞ്ഞത് മാത്രമേ ഉള്ളെന്നറിയും. അപ്പോഴാണ് അവനും ചുമ്മാ വിഷമിച്ചിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി ഈ മഴത്തുള്ളിയുടെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത ഹോജിനെ പോലെ ആൾക്കാരൊന്നും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കത്തില്ലെന്നറിയും. അപ്പോഴാണ് ഇവളും എങ്കിൽ പിന്നെ അന്നത്തെ ദിവസത്തിന് ശേഷം ഇവൻ വല്ലതും പിന്നീട് ഹോജിനെ കണ്ടുണ്ടോന്ന് ചോദിക്കുമ്പം അവനാണ് കുറച്ച് ടെൻഷനായി. കണ്ടിട്ടൊന്നുമില്ല, മെസ്സേജ് ഫോൺ കോളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയും. അതോടെ അവൾ അപ്പം തന്നെ ഇവന്റെ ഫോൺ തട്ടിപ്പറിച്ച് നോക്കും ഇവർ തമ്മിൽ എന്തോ ചാറ്റ് ചെയ്തേന്ന്. അത് കണ്ട് അവനാണ് ഷോക്കായിട്ട് എന്റെ അമ്മന്റെ പാസ്വേഡൊക്കെ അറിയാമെന്ന് പറഞ്ഞ് അവൻ അവിടെ സ്തംഭിച്ചു നിൽക്കും. അപ്പോഴാണ് ഇവൾ ചാറ്റ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഇവനിപ്പോ ഹോജിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ പോവാന്ന്. അങ്ങനെ കുറച്ചു മാസത്തേക്ക് ഇവൻ താമസിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് അവൾ മുമ്പേ എന്താ പറയാത്തെന്ന് ചോദിക്കുമ്പം അവനാണ് മുമ്പേ പറഞ്ഞ പിന്നെ കുണുകുണാന്ന് കുറെ ചോദ്യം ചോദിച്ച് ഇവനെ ശല്യപ്പെടുത്തത്തില്ലെന്ന് ചോദിക്കും. കൂടാതെ ഇപ്പൊ ഇവർ തമ്മിലുള്ള അവസ്ഥയിൽ ഇനി ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴൊക്കെ എങ്ങനെ കണ്ടുമുട്ടെന്ന് അവനും ചോദിക്കുമ്പം അവളാണ് ഇന്ന് രാത്രി കൺസേർട്ടിന് ഇവൾ ഒറ്റയ്ക്ക് പോയിക്കോളെന്ന് പറയും. അപ്പോഴാണ് അവനും അവിടെ കുറച്ച് പ്രൊമോഷന്റെ ആൾക്കാരെ കാര്യമെന്ന് പറഞ്ഞ് അവൻ കൂടെ വരാന്ന് പറയുമ്പം ഇവളും കുണുകുണാന്ന് കുറെ ചോദിക്കത്തില്ലേ, അവന്റെ അളിയൻ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്നതെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. അതിനേശ് ഇവൾ ഒറ്റയ്ക്കിരുന്ന് വീണ്ടും സങ്കടത്തി ആ ഡൊറാമി പറഞ്ഞിട്ട് അന്ന് ആ സ്ഥലത്ത് നിന്ന് ഓടി പോകണ്ടായിരുന്നു പറഞ്ഞ് ഇവളാലോചിച്ച് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് സൈഡിൽ നിന്ന് ഡൊറാമിയാണ് നിന്റെ കാലം കൊണ്ട് ഓടിപ്പോയിട്ട് നീ എന്നെ കുറ്റം പറയുന്നോന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനേശ് അന്ന് രാത്രിയാണ്
ഹോജിനും ഒരു മ്യൂസിക് കൺസേർട്ടിന് പോകും. പക്ഷെ ഇവനെ വിളിച്ചു വരുത്തി അവന്റെ ചേട്ടനാ. അതുകൊണ്ട് അവന് ഫോൺ വിളിച്ചിട്ട് ഇവനെയും മിസ്റ്റർ കിമ്മിനെ വിളിച്ചു വരുത്തി ചേട്ടൻ എങ്ങോട്ടേക്ക് പോയി ചോദിക്കുമ്പം അവന്റെ ചേട്ടനാണ് ഇപ്പോഴാ തെറ്റ് മനസ്സിലാക്കിയ ജീസേനോട് ആദ്യം ബ്രേക്കപ്പ് ചെയ്ത് അവനാന്ന് പറയും. കാരണം അവർ രണ്ടുപേര് കല്യാണത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോ അവളും പെട്ടെന്ന് എല്ലാം നടക്കുന്നവല്ലുണ്ടെന്ന് പറയും. പക്ഷെ ഇത് കേട്ട് അവന്റെ ചേട്ടൻ പറഞ്ഞാണ് ഇപ്പൊ നടന്നാലേ കല്യാണം നടക്കത്തുള്ളൂ, പിന്നീട് അവന് മൂടൊന്നും കാണത്തില്ലെന്ന്. അങ്ങനെ ആ ഡയലോഗ് കേട്ടപ്പോ അവൾക്ക് അത് നല്ലോണം കൊണ്ടു കാണും. അതുകൊണ്ട് എന്തുകൊണ്ടാ ഇവൻ കല്യാണത്തിന് സമ്മതിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന്റെ ചേട്ടൻ അപ്പൊ പറഞ്ഞ ഉത്തരം ഇവള് ചുമ്മാ ചോദിച്ചോണ്ടല്ലേ അവൻ സമ്മതിച്ചെന്ന് പറയും, അല്ലാതെ അവൻ ആഗ്രഹം ഉണ്ടെന്ന് അവൻ പറഞ്ഞു കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് അവൾ ഇവന്റെ ചേട്ടനെ ബ്രേക്കപ്പ് ചെയ്തത്. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കി ഹോജിന്റെ ചേട്ടനും ഇവനൊരു പേടിത്തൊണ്ടനായിരുന്നു പറഞ്ഞ് അവന് കിട്ടേണ്ട ശിക്ഷയെല്ലാം കിട്ടിയെന്ന് പറയും. അതുകൊണ്ട് തൽക്കാലം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവിടുന്ന് ട്രിപ്പ് പോകാന്ന് പറയുമ്പം ഹോജിനാണ് ഇവൻ അന്നത്തെ ഒരു പബ്ലിക്കിൽ നിന്ന് കരഞ്ഞ് മൂങ്ങാതെ ഡീസന്റ് ആയിട്ടിരിക്കാൻ പറയും. അപ്പോഴാണ് അവന്റെ ചേട്ടനും അതൊക്കെ അവൻ നോക്കിക്കോളാം, പക്ഷെ ഇന്നലെ വീട്ടിലിരുന്ന് ഒരു ആൽബം നോക്കി മോൻ കരയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇവൻ ആദ്യം കരയായിരിക്കാൻ പറയും. അതോടെ ഹോജിനാണ് നാണം കെട്ട് വച്ചിട്ട് പോടാ നാറിന്ന് പറഞ്ഞ് അവൻ പെടുന്ന് ഫോൺ കട്ട് ചെയ്യും. കാരണം ചാമൂഹിയെ കുറിച്ച് ആലോചിച്ച് അവൻ ഇന്നലെ വിഷമിച്ചിരുന്ന. അപ്പോഴാണ് അവിടേക്ക് ഇവന് പരിചയമുള്ള ആ കൺസേർട്ട് നടത്തുന്ന ആൾക്കാർ അവിടെ വരുന്നത്. അങ്ങനെ അവർ ഇറ്റലിയിൽ നിന്ന് വരുന്നോണ്ട് ഇവിടുത്തെ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് ട്രാഫിക്ക് പെട്ടോ ഇന്ന് വരാൻ താമസിക്കുക. അതുകൊണ്ട് ഇവനെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവനാണ് പിന്നല്ലാതെ ഇവരെ സഹായിക്കാൻ അവൻ തയ്യാറാന്ന് പറഞ്ഞ് അവൻ ഇതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവന് കൂടെ വന്ന ഒരാളിനോട് അറിയിച്ചിട്ട് തരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകുമ്പം ഇവൻ ആ ഓഡിയൻസിന്റെ അവിടെ ചാമൂഹിയെ കണ്ടുമുട്ടും. അപ്പോഴാണ് അവൾ അടുത്തുള്ളവരോട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞ് അവൾ സംസാരിച്ചിട്ടിരിക്കുന്ന കാണുന്ന ഇവനും ഇവൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ഒട്ടും പ്രതീക്ഷയില്ലെന്ന് അവനും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സമയമാവും നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.